മഹർഷി മഹാവിഷ്ണു കാണുന്ന ജ്ഞാനത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പ് ഒരു കൊച്ചു പ്രത്യക്ഷപ്പെട്ടു. നല്ല ചന്തമുള്ള കൊച്ച്. അപ്പം കണ്ടു തുറന്ന് നോക്കിയപ്പോൾ കൊച്ചു ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ കൂടെ ഇരിക്കാമോ എന്ന് കേട്ടു. ഇരിക്കാമെന്ന് പറഞ്ഞു. പയ്യെ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ വഴക്ക് പറയരുത്. ഇല്ല എന്ന് പറഞ്ഞു ദിവാകര മഹർഷി. ആ സമയത്താണ് പയ്യൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൂജയിലിരിക്കുന്ന സാളഗ്രാമം എടുത്ത് സാളഗ്രാം കല്ലുണ്ട്, കല്ലിനെടുത്ത് പയ്യൻ കഴിച്ചപ്പോൾ ഇദ്ദേഹം പുറം കൈ കൊണ്ട് തട്ടി. അതാണ് പിള്ളേരെ പുറകൈ കൊണ്ട് തട്ടാരെന്ന് പറയുന്നത്. പുറം കൈ കൊണ്ട് തട്ടിയപ്പോൾ നീ കണ്ടീഷൻ തെറ്റിച്ചു, നീ പറഞ്ഞ കണ്ടീഷൻ തെറ്റിച്ചു. എന്നെ കാണണമെങ്കിൽ നീ അനന്തം കാട്ടിൽ വാ. തിരുവനന്തപുരത്ത് അനന്തം കാട്ടിലില്ലേ, അനന്തം കാട്ടിൽ വന്നു പറഞ്ഞു. ഇദ്ദേഹം അങ്ങ് പുറക്കേന് പോയി. പുറക്കതിന് പോയി ഇലിപ്പ മരത്തിന്റെ മുട്ടിൽ പയ്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം പോയി വാ വാ എന്ന് വിളിച്ചു. പയ്യൻ അവിടെ ഒരു പൊന്തുണ്ടായിരുന്നു, പൊന്തിൻ്റെ അകത്ത് പോയി, വന്നില്ല. പൊന്തിൻ്റെ അകത്ത് പോയപ്പോൾ ഇലിപ്പം വരെ വേരോട് ചാഞ്ഞ് അങ്ങ് വിഴുങ്ങി. ആനന്ദസേനം പ്രത്യക്ഷപ്പെട്ടു. അവിടെ 5 കിലോമീറ്റർ തൃപ്പാദപുരം അറിയാം. തൃപ്പാദം ഇപ്പോഴും പാലം വെച്ച് തൃപ്പാദപുരത്ത് പാലവും സെൻട്രൽ ബാടിയും അവിടെ 3 കിലോമീറ്റർ ദൂരത്ത് തിരുവല്ലത്ത് മുഖവുമായിട്ട് ശ്രീ പത്മനാഭസ്വാമി അങ്ങ് കിടക്കുകയാണ്. അദ്ദേഹം നോക്കി എങ്ങനെ ഭക്തജനങ്ങൾ തൊഴും. തിരുവനന്തപുരം കംപ്ലീറ്റ് പത്മനാഭനാണ്. എങ്ങനെ തൊഴും ഇദ്ദേഹത്തിന്റെ തപസ്സിന്റെ ദണ്ടെടുത്തു. ഭഗവാനെ ചുരുങ്ങണമേ ചുരുങ്ങണമേ ചുരുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പാദം ഇങ്ങോട്ട് വന്നു, മുഖം ഇങ്ങോട്ട് വന്ന് സെൻട്രലിൽ പള്ളി കൊണ്ടു. ഭഗവാൻ എന്തെങ്കിലും പള്ളി കൊണ്ടുടനെ നിവേദ്യം കൊടുക്കണമല്ലോ. ഭഗവാനെ കണ്ടോടനെ കാട്ടിൽ നോക്കിയപ്പോൾ ഒരു ചിരട്ട ഉണ്ടായിരുന്നു. ചിരട്ട എടുത്ത് ദിവാകര മഹർഷി കാവ്യ വസ്ത്രത്തിൽ തുടച്ച് കമണ്ഡലത്തിന് വെള്ളമെടുത്ത് പച്ചമാങ്ങയെ പറിച്ച് അനന്തം കാട്ടിയിൽ പച്ചമാങ്ങയെ പറിച്ച് ആദ്യത്തെ നിവേദ്യം ദിവാകര മഹർഷി തുളു ബ്രാഹ്മണൻ ദിവാകര മഹർഷി ആദ്യത്തെ നിവേദ്യം ശ്രീ പത്മനാഭസനെ ചിരട്ടയിലാണ് അച്ചമാങ്ങ നിവർത്തം. അതാണ് ഇപ്പോഴും ഉപ്പുമാങ്ങ അദ്ദേഹത്തിന് ചിരട്ടയിൽ നിവേദ്യമുണ്ട്. അദ്ദേഹമേ വേളിലെ കോടീശ്വരൻ. അതുകൊണ്ട് ചിരട്ട വന്ന് തങ്കച്ചിരട്ടയായി. അത് വിടിയന് വേണാട് ഒഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയപ്പോഴാണ് പത്മനാഭന്റെ ഉഭയം തിരുവിതാംകൂർ ഉഭയം. ഇവിടെ ഇത് വേണാട് രാജാക്കന്മാരെ ആദികേശവ ദാസന്മാരായിരുന്നു വേണാട് രാജാക്കന്മാർ. ഇതിലെ ആദിത്യവർമ്മയും ഉദയമാർത്താണ്ഡവർമ്മ മഹാരാജാവും കൂടി ചേർന്നാണ് സ്വയംഭൂവിന്റെ പുറത്ത് പ്രതിഷ്ഠയും ചെയ്ത് 16,000 സാളഗ്രാമാക്കി കടിച്ചക്കര യോഗത്തിൽ പോയത്. പാണ്ടിപ്പടിയും ഡച്ചുപടിയും പേന്നാണ് അങ്ങോട്ട് പോയത്. ഈ അനന്തംകാട്ടിൽ ഇവര് ദിവാകര മഹർഷിയും അനന്തൻ ചെന്നാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ അപ്പുപ്പനാണ് ഈ കോവിൽ കെട്ടിയത്. പാണ്ടിപ്പടിയും ഡച്ചുപടിയും കഴിഞ്ഞാണ് അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയപ്പം തിരുവിതാംകൂർ ഉഭയം പത്മനാഭദാസന്മാരുന്നു. 1116 കൊടിമരം ചെയ്തത്. 1116. ഇത് 108 ദിവ്യക്ഷേത്രത്തിലെ 76ാമത്തെ കോയിൽ. മംഗളശാസനം നമ്മാഴ്വാർ. അത് തിരുവനന്തപുരം പത്മനാഭസ്വാമി 18 നീളം കിഴക്ക്. 1366 ഗോപുരം കെട്ടിയത്. 1386 ബലിപീഠ മണ്ഡപം ഉണ്ടായിരുന്നു. അതിലൊരു കീറലുണ്ടായിരുന്നു. കീറലിന് പാല് വന്ന് വീരരവി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരിക്കാൻ മഹാരാജാവ് കുടിച്ചു. അതിട്ട് ഇട്ട് അടച്ചിട്ട് കണ്ടിട്ടുണ്ടാ? ശ്രീരാമചന്ദ്രനെല്ലാം കണ്ടിട്ടുണ്ടാ? ശ്രീരാമചന്ദ്രനെ അതിന്റെ ഒരു മണ്ഡപം ഒരുങ്ങി, ഹനുമാന്റെ ഒരു മണ്ഡപം ഒരുങ്ങിയില്ലേ? മണ്ഡപത്തിൽ ഒരു നീളത്തിൽ വെളുവിള ഒന്ന് കാണും, കണ്ടിട്ടുണ്ടാ? അത് അത് കീറലുണ്ടായിരുന്നു. കീറലിന് പാല് വന്നത്. ആ പാലിനെടുത്ത് വീരരവി മാർത്താണ്ഡവർമ്മ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കുടിച്ചിട്ട് ഇട്ട് അടച്ചിട്ടുണ്ട്. അതാണ് പത്മനാഭന്റെ ഉഭയം. ഓക്കെ, ശരി. എവിടെയാണ്